ഹലോ, ഇത് കാണുമ്പോൾ മനസ്സിലായില്ലേ? നമ്മൾ തുരങ്കവഴിക്കൂടെ പോവുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ, ഞാൻ ഈ കുതിരൻ തുരങ്കത്തിലൂടെ പോകുന്നത് പാലക്കാട് കാവശ്ശേരി പോവാണ് കേട്ടോ. എൻ്റെ മാമൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ അവിടെ കാവശ്ശേരി പൂരമാണ്. പൂരം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസമായി. ഞാൻ വീഡിയോ ഇടാൻ ഇത്തിരി വൈകിയെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ പൂരം കാണാൻ പോവാണ്. പിന്നെ ഗംഭീര വെടിക്കെട്ടാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഹലോ ഗൈസ്, അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സംഭവിച്ചു. ഇവിടുത്തെ ഇപ്പോൾ മുടിഞ്ഞ ബ്ലോക്ക്, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, കട്ട പോസ്റ്റ് അടിച്ച് നിൽക്കുന്നു. അങ്ങനത്തെ അരമണിക്കൂർ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവസാനം അവിടെ എത്തി ഗൈസ്. വയ്യാണ്ടായി എനിക്ക്. അവിടെ എത്തി നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ബ്ലോക്ക് ഞാൻ കണ്ടെച്ചാൽ ഭയങ്കര തിരക്ക് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരു ഫങ്ഷൻ പോലെ വരുന്നത് ഞാൻ കണ്ടത്. എന്താ സംഭവം എനിക്കറിയില്ല കേട്ടോ. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. എനിക്ക് ഈ ഭാഗത്തൊക്കെ ചടങ്ങുകളെ പറ്റി വലിയ ധാരണയൊന്നുമില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ്. അടിപൊളി വെടിക്കെട്ടാണ്, അടിപൊളി വെടിക്കെട്ട്. കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം ഗംഭീരമായ വെടിക്കെട്ട്. ജാതി സൗണ്ടൊന്നും ഒരു രക്ഷയില്ലാത്ത വെടിക്കെട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളുടെ അഭിപ്രായം പറയുമോ പ്ലീസ്? കണ്ടവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അഭിപ്രായം പറയൂ പ്ലീസ് പ്ലീസ് പ്ലീസ്. ലൈക്ക് ചെയ്യണേ പ്ലീസ്. അതാ വീടിൻ്റെ മുന്നിൽ നിന്ന് ദേവി പുറപ്പെടാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഇത് കാണാനും വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കാണ് ഇവിടെ. കുറേ ആൾക്കാരുണ്ട് ഈ കുതിര പുറപ്പെടുന്നിടത്ത് നിൽക്കണത്. എന്ത് ചടങ്ങിൻ്റെ ഭാഗമായിട്ട് എനിക്കറിയില്ല. ഈ കുതിരവേല എന്നാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ അമ്പുക്കുട്ടനെയും അനുഗ്രഹം കൊടുക്കാനായിട്ട് ദേവി അനുഗ്രഹം വാങ്ങാനായിട്ട് കൊണ്ടു ചെന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരുപാട് കുട്ടികളെ അങ്ങനെ അനുഗ്രഹം കൊടുക്കാനായിട്ട് ഇങ്ങനെ പൊക്കിയെടുത്ത് അതിൻ്റെ മോളെ മുട്ടിക്കുന്നുണ്ട്. അപ്പം അതുപോലെ നമ്മൾ അമ്പുക്കുട്ടനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പുക്കുട്ടനെയും അവർ ഇതേമാതിരി എടുത്ത് അതുമേ അപ്പോൾ ദേവി പുറപ്പെട്ടു, അമ്പലത്തിലേക്ക് പോവാണ്. ഇവിടുന്ന് നേരെ കയറി മുന്നിലെ പാടം വഴിയാണ് കേട്ടോ പോണത്. അപ്പോൾ ഇത് ഇനി പിറ്റേ ദിവസം ഒരു ഉച്ചയാവാറാകുമ്പോഴത്തേനാണ് ഈ ദേവി തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഒരു ദേവിയാണ് പോണത്. ഒരാളായി പോയ ദേവി തിരിച്ചു വരുമ്പോൾ 2 പേരായിട്ടാണ് അങ്ങനെ ഇതാ രാത്രി വെടിക്കെട്ടായി. രാത്രിയിലത്തെ വെടിക്കെട്ടാണ് ഈ കാണുന്നത്. സൂപ്പർ വെടിക്കെട്ടായിരുന്നു. പകലത്തേക്കാളും അടിപൊളിയായിട്ടുണ്ടായിരുന്നു വൈകിട്ടത്തെ വെടിക്കെട്ട്. സൂപ്പർ വെടിക്കെട്ടായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വെടിക്കെട്ട്. പക്ഷെ ഇത് മാത്രമേ കണ്ടുള്ളൂ. വെളുപ്പിനുള്ള വെടിക്കെട്ട് കാണാനായിട്ട് ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായില്ല. ഞങ്ങൾ തിരിച്ചു പോന്നു. അത് നഷ്ടമാണെന്നാണ് ഞാൻ പറയാം. കാരണം അത്രയും സൂപ്പർ വെടിക്കെട്ടായിരുന്നു.